നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞേട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് അലോകിന്റെ അടുത്തേക്ക് രാജശ്രീ വരുവാണ്. രാജശ്രീ വന്നിട്ട് പറഞ്ഞു, മോനെ നീ ഇത് എന്ത് ഇരിപ്പായിരിക്കുന്ന, ബാ ആഹാരം കഴിക്കാൻ വരാൻ പറഞ്ഞു. അതെ, അച്ഛനൊക്കെ നിന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ അലോ പറഞ്ഞു, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എടാ നീ എന്താ ഇങ്ങനെ, നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, നിനക്കിത് എന്തു പറ്റിയെന്ന് ചോദിച്ചു. വേണ്ടാന്നല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. എടാ സത്യം പറ, നിനക്കിത് എന്താ പറ്റിയത്, നീ ആഹാരം ഒന്നും കഴിക്കാതിരിക്കുന്ന ആളല്ലോ എന്ന് പറഞ്ഞു. അവിടെ നിന്നെ അവർ അന്വേഷിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞു. അലോക് പറഞ്ഞു, ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. രാശ്രീ പിന്നീട് താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പം അച്ഛന്ന് ചോദിച്ചു, എന്തിയെ അവനെന്തിയെ, അവൻ കഴിക്കാൻ വരുന്നില്ലേന്ന് ചോദിച്ചു. അവനിപ്പോ വേണ്ടാന്ന് പറഞ്ഞു. ആ സമയം ആനന്ദൻ ചോദിച്ചു, അതെന്താ അവന് വേണ്ടാത്തെ, അവൻ എന്തേലും പ്രശ്നമുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ രാശ്രീ പറഞ്ഞു, അവന് കുഴപ്പമൊന്നുമില്ല, അവനിപ്പോ വേണ്ടാന്നാ പറഞ്ഞ ആഹാരം. അത് കേട്ടപ്പോ നന്ദിത പറഞ്ഞു, എന്താന്ന് അറിയത്തില്ല അലോകിന് പറ്റിയത്, ആലോക് വല്ലാത്തൊരു മൂഡ് ഓഫിലാണല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അല്ല രാശ്രീ ചോദിച്ചില്ലേന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അവൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ, ഒരു പ്രശ്നമൊന്നും ഇല്ലെന്ന് അവൻ പറയണേന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഇന്ദിരാമ പറഞ്ഞു, അവന്റെ സ്വഭാവം ആയതുകൊണ്ട് ചിലപ്പം എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് ആര് കണ്ടു. അത് കേട്ടപ്പോ രാജശ്രീക്ക് സഹിച്ചില്ല. രാജശ്രീ പറഞ്ഞു, അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ തന്നെ മുമ്പ് തൊട്ട് അമ്മയ്ക്കൊരു അസുഖമുണ്ട്, എന്റെ മോനെ എപ്പോഴും താഴ്ത്തി കിട്ടി പറയണേ, അതിന് മാത്രം തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഇന്ദിരാമ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ, കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നും അല്ല, ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞാന്ന് പറഞ്ഞിട്ട് ഇന്ദിരാമ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് ഇന്ദിരാമ ഓർത്തു, ഗോമതി ഇന്ന് പുറത്തേക്ക് കണ്ടില്ല, എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ഒന്ന് വിളിച്ചാലോ എന്നൊക്കെ കരുതിയിട്ട് ഗോമതിയെ വിളിക്കുകയാണ്. പക്ഷെ ഗോമതിയെ വിളിച്ചിട്ട് കോൾ എടുത്തില്ല. ഇതെന്തു പറ്റി, കാരണം പുറത്താരെയും കണ്ടില്ല, സാധാരണഗതിയിൽ അങ്ങനെയല്ല. ഗോമതി പുറത്തിറങ്ങിയിട്ട് ഇന്ദിരാമയെ വിളിക്കും, അവരെയും മതിലിന്റെ അവിടെ നിന്ന് സംസാരിക്കണം. പക്ഷെ എങ്കിൽ വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല. ഇനി അവിടെ ആരും ഇല്ലേ, എവിടെയെങ്കിലും പോയോ എന്നൊക്കെ ഒരു ചിന്ത ഇന്ദിരാമയുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയത്ത് സുകന്യ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഒരു പക്ഷേങ്കില് ബാലണ്ണൊക്കെ തിരികെ വന്നിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. കാരണം തനിക്കും ഇതിനകത്തെങ്ങാനും എന്തെങ്കിലും പങ്കുണ്ടെന്നറിഞ്ഞാൽ അതോടുകൂടി തീരും. ഇപ്പൊ തൽക്കാലത്തേക്ക് അനു ഇങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ട്. ചിലപ്പോ അനുവിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനു ചിലപ്പോ തന്റെ പേരും കൂടെ പറയുവോ, അങ്ങനെ വന്നാൽ അത് പ്രശ്നമാവും. ദൈവമേ, തന്നെയും കൂടെ ഇവിടെ നടിച്ചിറക്കും എന്നൊരു ചിന്തയൊക്കെ സുകന്യയുടെ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയെങ്കിലും അനുവിനെയും കൂടെ കയ്യിലെടുത്തേ മതിയുള്ളൂ, അവള് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പാടില്ല. ഈ സമയത്താണ് രാജശ്രീയുടെ കോള് വരുന്നത്. സുകന്യക്ക് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല സുകന്യ നിന്നെ ഇങ്ങോട്ടേക്ക് കണ്ടേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ എനിക്ക് സമയമില്ലാത്തോണ്ടാ. അല്ല അവിടെ രാവിലെ ഒരു കാർ വന്നിരിക്കുന്നുണ്ടല്ലോ, എന്തായാലും സംഭവം എന്നൊക്കെ ചോദിച്ചു. അതോ അത് പിന്നെ മീനാക്ഷിയും അല്ല ശ്രീദേവിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാന്ന് പറഞ്ഞു. ശ്രീദേവിക്ക് എന്ത് പറ്റി, എന്തോ പെട്ടെന്നൊരു വയറുവേദനയും കാര്യങ്ങളൊക്കെ, അവിടെ ഒന്ന് തെന്നി വീണെന്നൊക്കെ പറയണു. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു. എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയാമെന്ന് ചോദിച്ചു. ഒന്നും അറിയത്തില്ല, വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു ഒഴുക്കമട്ടിൽ അങ്ങനെയാണ് പറയണേ. എങ്ങാനും ഇവിടെ വെച്ച് അലോകിന് അടി കിട്ടിയ കാര്യമൊന്നും അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. തൽക്കാലത്തേക്ക് അറിഞ്ഞിട്ടില്ലാന്ന് തോന്നേ. അലോക് ചെന്നിട്ടൊന്നും പറഞ്ഞില്ലാന്ന് തോന്നേ. ഇപ്പൊ ഫോണിൽ കൂടെ ഒന്നും പറയണ്ടാന്ന് കരുതിയിട്ടാണ് സുകന്യ ഒന്നും പറയാതിരുന്നേ. ഇനിയിപ്പോ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താനും കൂടെ കൂടി ചേർന്നിട്ടാണോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവും. അതിപ്പോ തൽക്കാലത്തേക്ക് വേണ്ട എന്ന് കരുതിയിട്ട് സുകന്യ അതൊക്കെ മറച്ചു വെക്കുകയോ ചെയ്തത്. പിന്നീട് രാജശ്രീ പറഞ്ഞു, അതെ സമയം കിട്ടുമ്പോൾ നീ ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങി വാന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു കോള് കട്ട് ചെയ്തു. പിന്നീട് അനുവിന്റെ അടുത്തേക്ക് എല്ലുവാണ്. അനു അതേ ഇരിപ്പ് തന്നെ ഇരിക്കുക. സുകന്യ എന്നിട്ട് പറഞ്ഞു, അനു നീ ഇങ്ങനെ ഇരുന്നാലോ, ഒന്ന് എഴുന്നേറ്റേ, ഒന്ന് നമുക്ക് ഉഷാറായിക്കാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ അനു അവിടെ നിന്ന് എഴുന്നേക്കാൻ കൂട്ടാക്കിയില്ല. അനു പറഞ്ഞു, ശ്രീദേവിച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്, ശ്രീദേവിച്ചിക്ക് എന്തായി എങ്ങനെയൊന്നും അറിയത്തില്ലോ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ, നീ ഒന്നും വിളിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില് മീനാക്ഷിയെ വിളിക്കുകയാണ്. മീനാക്ഷിയെ വിളിച്ചിട്ട് ചോദിച്ചു, മീനാക്ഷി ചേച്ചി ശ്രീദേവി ചേച്ചിക്ക് എങ്ങനെയുണ്ട്. ശ്രീദേവിക്ക് പ്രശ്നമൊന്നുമില്ലോ, കുഞ്ഞിനും ചേച്ചിക്കും കുഴപ്പമൊന്നും ഇല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടാനു എന്ന് പറഞ്ഞു. എന്താ കാര്യം. അത് നമ്മുടെ ശ്രീദേവി ചേച്ചിയുടെ കുഞ്ഞു പോയെന്ന് പറഞ്ഞു. കുഞ്ഞു പോയെന്നോ, വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അനുവിന്. അതെ, അത് അബോർട്ടായി പോയെന്ന് പറഞ്ഞു. ആകെപ്പാടെ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. പെട്ടെന്ന് അനു അവിടെ ഇരുന്ന് വാവിട്ട് കരയാണ്. അപ്പോഴേക്ക് സുകന്യ ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അത് ശ്രീദേവി ചേച്ചിയുടെ കുഞ്ഞ് അബോർട്ടായി പോയെന്നോ. അബോർട്ടായെന്നോ. അതെ, ആ വീഴ്ചയിൽ വയറിടിച്ചാ വീണേന്ന് തോന്നേ. ദൈവമേ, ഇതെങ്ങാനൊക്കെ ആനന്ദേണ്ട അറിയുമ്പോ എന്തായിരിക്കും പ്രശ്നം, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി ഇതിന്റെ പേരിൽ എല്ലാത്തിനും കാരണം ഞാനാണല്ലോ, ഞാൻ ഒറ്റ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കുന്നേ. സുകന്യ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ആ സ്വാമി പോറ്റി പറഞ്ഞ കാര്യം അനു ഓർക്കുന്നില്ലേ, എന്തൊക്കെയോ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന്. ചിലപ്പോൾ അത് ഇതാണോന്ന് അറിയത്തില്ലല്ലോ. അത് അനു കാരണമല്ല ഉണ്ടായിരിക്കുന്നേ,
അത് കുടുംബത്തിലുണ്ടാവാനുള്ളതായിരുന്നു. ആ ദേവിയുടെ കുഞ്ഞ് പറക്കണമെന്ന് ദേവി ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാന്നൊക്കെ പറഞ്ഞ് അനുവിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ സുകന്യക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഉം. കാരണം ഈ പറയുന്ന ദേവിയൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇതെങ്ങാനും ഉദയഭാനു സാറൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ബിസിനസിനെ ബാധിക്കുവോ? ബിസിനസ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന താന് ലൈസൻസ് എടുക്കുന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഉദയഭാനു സാറ് ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും കൂടെ കുറ്റപ്പെടുത്തും. താനും നന്നായിട്ട് ദേവിയെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞതാ, തന്നെയും ചോദ്യം ചെയ്യൂലോ. എന്റെ ഭഗവാനെ, എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാകുന്നേ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു സുകന്യയുടെ മനസ്സിൽ. അതേ സമയത്ത് ഗോമതി മീനാക്ഷിയും കൂടെ ശ്രീദേവിയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ശ്രീദേവി ഇങ്ങനെ മയങ്ങിക്കിടക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓരോ പിച്ചും പേ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മോളെ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അമ്മ വിഷമിക്കൊന്നും വേണ്ട. ശ്രീദേവി വെച്ച് പതുക്കെ പതുക്കെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ആനന്ദേണ്ണ കാര്യം ഓർക്കുമ്പോൾ അതിനേക്കാളും വിഷമം. ആനന്ദേണ്ണ കാണണമെന്നും പറഞ്ഞ് വാശി പിടിക്കുമല്ലേ ശ്രീദേവിച്ച്. കൊണ്ടുവന്ന് കാണിക്കാനും പറ്റുന്ന സാഹചര്യം അല്ലല്ലോ. അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, അത് ശരിയാ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സത്യങ്ങളൊക്കെ ആനന്ദം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും അല്ല. ബാലേട്ടൻ പുറത്തേക്കൊന്നും പോയിട്ടില്ലേ, ഒരു കാര്യം ചെയ്യും, മോൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില് മീനാക്ഷി പുറത്തേക്ക് വരുമ്പോൾ ബാലൻ അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാലൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. പിന്നീട് ബാലിൻ്റെ അടുത്ത് നിന്നിട്ട് മീനാക്ഷി പറഞ്ഞു, അച്ഛൻ എങ്ങനെ വിഷമിക്കില്ലേ, അച്ഛൻ സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, എല്ലാവരും ഒറ്റയൊരുത്തം കാരണമല്ലേ ആ ലോക്. അവൻ ആ വീട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അല്ല, അവൻ എന്തിനാ അങ്ങോട്ടേക്ക് വന്നേ? അവൻ രണ്ടും കൽപ്പിച്ചാ വന്നേന്ന് എനിക്ക് മനസ്സിലായി. അവൻ വീട്ടിൽ കയറി വന്ന് നമുക്കിട്ട് പണി തന്നിട്ട് അവനിട്ട് തിരിച്ചൊരു പണി കൊടുക്കാതിരിക്കാൻ പറ്റുമോ മീനു? ഇതെന്താളും ബാലം വെറുതെ വിടാൻ പോകുന്നില്ല, അവനെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അതെ, ദൈവത്തെ ഓർത്ത് അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അറിയാലോ, ആനന്ദേണ്ണ സത്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഒരുപക്ഷെ അലോക് കാരണമാണ് ശ്രീദേവിയച്ചിയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞു പോയെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദേണ്ണ സഹിക്കില്ല. പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ. കൃഷ്ണമംഗലത്ത് ഒന്നിനെ വെറുതെ വെച്ചേക്കില്ല. കൃഷ്ണമംഗലം ചെന്നാൽ ചിലപ്പോൾ കത്തിച്ചെന്നിരിക്കും. അത് കേട്ട ബാലൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, അവൻ ചെയ്ത് ക്രൂരത മൂലമല്ലേ. അപ്പൊ അവന് അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന നമ്മൾ കാണണ്ടേന്ന് ചോദിച്ചു. അതെ അച്ഛാ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അച്ഛൻ പകരം ചോദിക്കാനൊന്നും പോണ്ട. ഇപ്പൊ ഈ അവസ്ഥയെ പകരം ചോദിക്കാൻ പോയി ശരിയാകത്തില്ല. നമുക്കൊരു അവസരം കിട്ടും, ആ സമയത്ത് നമുക്ക് ചെയ്യാം. ദൈവത്തെ ഓർത്ത് അച്ഛന് ഇത് ആരോടും പറയരുത്, ആരും അറിയരുത്, നമ്മൾ മാത്രം അറിയാൻ പാടുള്ളൂ. അലോക് വീട്ടിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുവിനെയും ബാധിക്കുന്ന കാര്യമാണ്. കുടുംബത്തിന് മൊത്തം നാണക്കേടാ. അത് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. അത് മോളെ, എന്നാലും അച്ഛ ഇതാരോടും പറയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേനുമാണ് ആ മീനാക്ഷിയും ബാലനും ആ കാഴ്ച കാണുന്നത്. ആര്യനും ആകാശമൊക്കെ അങ്ങോട്ട് വരുന്നത്. ഒരു നിമിഷം ബാലൻ ഞെട്ടിപ്പോയി. അവർ കേട്ടോന്നൊരു ടെൻഷൻ മനസ്സിലേക്കുണ്ടായി. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അച്ഛ അവർ കേട്ടിട്ടില്ലാന്ന് തോന്നേ, അച്ഛനൊന്നും പറയരുതെന്ന് പറഞ്ഞു. പെട്ടെന്ന് ധർമ്മൻ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ ബാലേട്ട, എന്താ സംഭവിച്ചെന്താന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ അത് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അതെ, ദേവി ചേച്ചി ബാത്റൂമിൽ ഒന്ന് വീണായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. അത് ദേവി ചേച്ചിയുടെ ആനന്ദേണ്ണ കുഞ്ഞു പോയെന്ന് പറഞ്ഞു. കുഞ്ഞു പോയെന്നോ എന്ന് ആരും ചോദിച്ചു. അതെ. ആകാശ് ചോദിച്ചു, ഇതെന്തൊക്കെയാ മീനു കേൾക്കണേന്ന് ചോദിച്ചു. അതെ ആകാശേട്ടാ, ഡോക്ടർ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ രക്ഷിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ദേവി ചേച്ചി എന്ത് ചെയ്യുന്നു ആര്യം ചോദിച്ചു. ദേവി ചേച്ചി ആണ്ടെ അതെ ഐസിയിലുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആനന്ദേട്ടൻ അപ്പുറത്തുണ്ട്. ആനന്ദേട്ടൻ എന്ത് പറ്റി? ആനന്ദേട്ടൻ വയലന്റ് ആയിരുന്നു. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ആകാശും ആരനൊക്കെ ഇരിക്കുക. കാരണം അവർ ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലോ അത്. എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷകളായിരുന്നു. ആദ്യമായിട്ട് തറവാട്ടിലേക്ക് വരാൻ പോകുന്ന കുഞ്ഞാണ്, അതും ആനന്ദേട്ടനെ ദേവി ചേച്ചിയുടെ. അപ്പോൾ ആനന്ദേട്ടൻ എത്രമാത്രം അതിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഈ സമയത്ത് ബാലൻ്റെ അടുത്ത് നിന്നിട്ട് ആരും ചോദിച്ചു, എന്താ അച്ഛാ, അച്ഛൻ്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിച്ചു. അല്ലട മോനെ, ഞാൻ ആനന്ദിന്റെ കാര്യം ആലോചിച്ചിരുന്ന. അല്ല, അച്ഛന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ആരും ചോദിക്കുന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ട്? അല്ല, അച്ഛൻ്റെ മുഖം കണ്ടിട്ട് എന്തോ എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നില്ലല്ലോ. അച്ഛ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ബാലനറിയാം, ആരിനറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല. ആരെന്നല്ല, അവർ 3 പേരും അടങ്ങിയിരിക്കില്ല. അലോകാണ് എന്റെ പിന്നിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അലോകിനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലത്തുള്ളൂ. വെറുതെ വിടാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. ഈ സമയത്ത് കോമതി ശ്രീദേവിയുടെ അടുത്ത് ശ്രീദേവിയുടെ കയ്യെ പിടിച്ചോണ്ടിരിക്കുക. ഇത്തിരി കഴിഞ്ഞപ്പോൾ ശ്രീദേവി കണ്ണുറന്ന് ചുറ്റും നോക്കി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആനന്ദേട്ടനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കോമതി പറഞ്ഞു, അത് പിന്നെ കാണിക്കാം, ആനന്ദ് അപ്പുറത്തുണ്ട്, ആനന്ദേട്ടനെ വിളിക്കുക, എനിക്ക് ആനന്ദേട്ടനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. കോമതിക്ക് മനസ്സിലായി, ആനന്ദ് വന്നു കഴിയുമ്പോൾ എങ്ങാനും ഇനി
ശ്രീദേവി അലോകിന്റെ കാര്യം പറഞ്ഞ് അതോടുകൂടി തീർന്നു. അതും വലിയ പ്രശ്നമാവും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഗോമതി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.